നമസ്കാരം, എല്ലാവർക്കും സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്കിനെ പറ്റിയുള്ള ബിഗിനർ ലെവൽ വീഡിയോ ആണ്. ഇതിലൂടെ നമുക്ക് വളരെ ലളിതമായി സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നത് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. ഷെയർ മാർക്കറ്റ് അല്ലെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുവാനും വിൽക്കുവാനും കഴിയുന്ന വിപണിയാണ്. ഉദാഹരണത്തിന്, ഒരു വലിയ കമ്പനിക്ക് അവരുടെ നിലവിലെ ബിസിനസ് കുറച്ചുകൂടെ വലുതാക്കണം, അത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് പണം വേണം. അത് അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് പകരം പല കമ്പനികളും അവരുടെ ഓണർഷിപ്പ് ചെറിയ ഭാഗങ്ങളാക്കി പബ്ലിക്കിന് സെല്ല് ചെയ്യുകയാണ്. ആ ഭാഗമാണ് ഷെയറുകൾ. അങ്ങനെ ആ കമ്പനിയുടെ ഷെയറുകൾ നമ്മൾ വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ ചെറിയ ഒരു ഭാഗത്തിന്റെ ഓണർ ആവുകയാണ് ആ ഷെയറുകൾ വാങ്ങുന്ന ഷെയർ ഹോൾഡേഴ്സ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് ഇൻകം വരുന്നത് രണ്ട് രീതിയിലാണ്. ആദ്യത്തേത് പ്രൈസ് ഇൻക്രീസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ. നിങ്ങൾ 100 രൂപയ്ക്ക് ഷെയറുകൾ വാങ്ങി, അത് കുറച്ച് കാലത്തിന് ശേഷം 150 രൂപയായി വളർന്നാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കും. രണ്ടാമത്തേതാണ് ഡിവിഡൻഡ്. ചില കമ്പനികൾ അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് ആയി പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ നൽകും. അതാണ് ഡിവിഡൻഡ്. ഇത് സാധാരണയായി ഡിമാറ്റ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയി ഇട്ടു തരികയാണ് ചെയ്യുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് മാത്രമല്ല, ലോസ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഷെയർ പ്രൈസ് ഉയരാനും താഴാനുമുള്ള കാരണങ്ങൾ എന്നത് കമ്പനിയുടെ പെർഫോമൻസിനെയും എക്കണോമിക് കണ്ടീഷനെയും ന്യൂസ് ആൻഡ് ഗ്ലോബൽ ഇവന്റ്സിനെയും ബന്ധപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത്. എങ്കിൽ ആളുകൾ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ലോങ് ടേമിൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇൻഫ്ലേഷൻ എന്നത് പണപ്പെരുപ്പമാണ്. ഉദാഹരണത്തിന്, ഇന്ന് 100 രൂപയ്ക്ക് ഊണ് കിട്ടുമെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് 150 രൂപ ആയേക്കാം. ഇതാണ് ഇൻഫ്ലേഷൻ. അതുകൊണ്ടാണ് പറയുന്നത്, പണം സേവ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അത് ഗ്രോ ചെയ്യുന്നിടത്ത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നത്. അതായത് കറക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് നല്ല ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ടൂൾ ആകാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. ഡിമാറ്റ് എന്നത് ഡീമെറ്റീരിയലൈസേഷൻ എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. അതെന്താണെന്നാൽ, നമ്മൾ വാങ്ങുന്ന ഷെയറുകളെല്ലാം ഡിജിറ്റൽ രൂപത്തിൽ സേഫ് ആയി സൂക്ഷിക്കുന്ന അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. പണ്ട് കാലത്തൊക്കെ ഷെയറുകൾ വാങ്ങുന്നത് പേപ്പർ സർട്ടിഫിക്കറ്റ് ആയിട്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ഓൺലൈനായാണ് സൂക്ഷിക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ടിൽ. നമ്മൾ ഷെയറുകൾ വാങ്ങുമ്പോൾ അത് നേരിട്ട് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ആഡ് ആകും. വിൽക്കുമ്പോൾ അതേ അക്കൗണ്ടിൽ നിന്ന് ഷെയറുകൾ ഡിഡക്റ്റ് ആവും. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ബൈ ചെയ്യുമ്പോൾ ആഡ് ആവും, സെല്ല് ചെയ്യുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ആണോ സെല്ല് ചെയ്യുന്നത് അത്രയും റിമൂവ് ആകും. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് ഷെയറുകൾ വാങ്ങുവാനും വിൽക്കുവാനും കഴിയും. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, IPOയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ലോങ് ടൈമിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഹോൾഡ് ചെയ്യാനും കഴിയും. എല്ലാം ഒരു പ്ലേസിൽ മാനേജ് ചെയ്യാൻ കഴിയുന്ന അക്കൗണ്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അപ്സ്റ്റോക്സിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫ്രീ ആയി അപ്സ്റ്റോക്സിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ടച്ച് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കുമുള്ള ഒരു സംശയമാകും, നമ്മൾ വാങ്ങുന്ന ഷെയറുകളെല്ലാം ഡിമാറ്റ് അക്കൗണ്ടിൽ സേഫായി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ആരാണ് സേഫായി സൂക്ഷിക്കുന്നത് എന്നത്? അതാണ് ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററി എന്നത് നമ്മുടെ ഷെയറുകളെല്ലാം സെക്യൂറായി ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കുന്ന വലിയ ഒരു സിസ്റ്റമാണ്. ഇന്ത്യയിൽ പ്രധാനമായും 2 ഡെപ്പോസിറ്ററിയാണ് ഉള്ളത്. ആദ്യത്തേത് NSDL, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. രണ്ടാമത്തേത് CDSL, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ്. അപ്പോൾ ഇവരാണ് നമ്മുടെ ഷെയറുകളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളും ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റുകളും ഒക്കെ സെക്യൂറായും സേഫായും ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്കിനെ പറ്റി ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വരും ദിവസങ്ങളിൽ മ്യൂച്വൽ ഫണ്ട് എന്താണ്, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ആകുന്നത്, SIP ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, മ്യൂച്വൽ ഫണ്ടിലെ റിസ്കുകൾ എങ്ങനെയാണ്, ഈ റിസ്കുകൾ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എന്നീ കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.